അടിയന്തരാവസ്ഥയുടെ ഇരുമ്പു മുഷ്ടികൾ കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഒന്നാകെ അടിച്ചമർത്തി അധികാരമണ്ട സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ വിറപ്പിച്ച് തന്റെയും തന്റെ സഖാക്കളുടെയും സമരപ്പന്തലിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് മുദ്രാവാക്യം വിളിച്ച, തങ്ങൾക്ക് പറയാനുള്ള മെമ്മോറാണ്ടം വായിച്ചു കേൾപ്പിച്ച ഒരു JNU വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. പിന്നീട് മോദി കാലത്ത് രാജ്യം രാമന്റെ പേരിൽ വർഗീയ വിഷം തുപ്പുമ്പോൾ അന്ന് ഇന്ദിര നിശബ്ദയായി കേട്ടുനിന്ന, അന്ന് ഇന്ദിരയെ JNUവിന്റെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച ആ 23കാരൻ രാജ്യസഭയുടെ അകത്തളത്തിൽ നിന്ന് വന്നു പറഞ്ഞു, നിങ്ങളുടെ രാമനല്ല എന്റെ രാമൻ, എന്റെ പേരിൽ സീതയുമുണ്ട് രാമനുമുണ്ട്, ഞാൻ കാണുന്നത് ഇന്ത്യയുടെ രാമനെയാണ്. അത് പറഞ്ഞ രാഷ്ട്രീയ സഖ്യ സമവാക്യങ്ങളുടെ ആചാര്യനെ കോമ്രേഡ് സീതാറാം യെച്ചൂരി എന്ന് ചരിത്രം രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ഭാവിക്കു വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആചാര്യന്മാരാൽ തിരഞ്ഞെടുക്കപ്പെട്ട, കണ്ടെടുക്കപ്പെട്ട, പ്രതിഷ്ഠിക്കപ്പെട്ട നേതാവായിരുന്ന സീതാറാം യെച്ചൂരി ഇങ്ങനെ അപ്രതീക്ഷിതമായി നമ്മളോട് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മുന്നിൽ നിലച്ചു നിൽക്കുകയാണ് ഈ കെട്ടകാലത്തിന്റെ പ്രതിസന്ധികൾ വർഗീയ ഫാസിസ്റ്റ് രൂപങ്ങളിൽ. ഇപ്പോഴും 1952 ഓഗസ്റ്റ് 12 ചെന്നൈയിലെ ജനറൽ ആശുപത്രിയിൽ സീതാറാം യെച്ചൂരി ജനിക്കുന്നു. പിന്നീട് തന്റെ കുടുംബത്തിന്റെ തെലുങ്കു ബ്രാഹ്മിൺ കൾച്ചറിലാണ് ആ ബാലൻ വളർന്നു വരുന്നത്. ഏകദേശം 23 വയസ്സിനോട് അടുക്കുന്ന സമയത്ത് JNUവിലെ PG പഠനത്തിന് ചേരുന്നതോടെയാണ് സീതാറാമിന്റെ രാഷ്ട്രീയ പ്രവേശനവും നടക്കുന്നത്. അങ്ങേയറ്റം കലുഷിതമായ ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ ഉൽപ്പന്നമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അങ്ങേയറ്റം ഫാസിസ്റ്റ് ആയിട്ടുള്ള, ഏകാധിപത്യപരമായിട്ടുള്ള അധികാര ശ്രേണികളോട് എല്ലാ തരത്തിലും പടവെട്ടിപ്പോന്നിരുന്നു. പിന്നീട് JNUവിൽ 3 വട്ടം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ആ ഒരു ചരിത്രത്തിന്റെ ഉടമ അത് സീതാറാം യെച്ചൂരി മാത്രമാണ്. JNUവിൽ 3 വട്ടം വിദ്യാർത്ഥികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട JNUവിന്റെ സ്വന്തം പ്രസിഡന്റ് ആയിരുന്നു സീതാറാം യെച്ചൂരി. JNUവിന്റെ ഇടത് സ്വഭാവത്തിന് എല്ലാം അടിത്തറമാകുവാൻ സീതാറാം യെച്ചൂരിക്ക് സാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഇവിടെ തർക്കങ്ങളുടെ കാരണമേയില്ല. 1985 പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരിയെ കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിര അംഗമായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ തന്റെ 34-ാം വയസ്സിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ഏറെയുള്ള ഒരു പദവിയിലേക്ക് എത്തിപ്പെടുന്നത് അതിനുള്ള പക്വത തനിക്ക് ആയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സീതാറാം യെച്ചൂരിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം പിന്നീട് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാടിനെ ചെന്ന് കാണുന്നു. അദ്ദേഹം പറയുന്നു, ഇതൊരു അപക്വമായ തീരുമാനമായി എനിക്ക് തോന്നുന്നുണ്ട്, അതിനാൽ എന്നെ ഈ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണം എന്ന് നമ്പൂതിരിപ്പാടിനോട് പറയുമ്പോൾ EMS നമ്പൂതിരിപ്പാട് ഒന്ന് നോക്കുക മാത്രം ചെയ്തുകൊണ്ട് സീതാറാം യെച്ചൂരിയോട് പറഞ്ഞത്, ഇത് ഒരു കേന്ദ്രീകൃത ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ്, മേൽഘടകത്തിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുകയാണ് കീഴ്ഘടകങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുവാൻ നീ ഒരുക്കമല്ല എങ്കിൽ നിനക്ക് ഈ പാർട്ടി വിട്ടു പോകാം. അതിനെ തുടർന്നാണ് പിന്നീട് തന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രവർത്തനങ്ങളെല്ലാം സജീവമായി കൊണ്ടു നടക്കുവാൻ സീതാറാം യെച്ചൂരിക്ക് സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അതുവരെ ചെയ്തുകൊണ്ടിരുന്ന PhD പഠനം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് സീതാറാമിന്. ഇന്നിപ്പോൾ സീതാറാം യെച്ചൂരി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രായോഗികമായ രാഷ്ട്രീയ വീക്ഷണങ്ങളെല്ലാം, അദ്ദേഹം നടത്തിയ പ്രായോഗികമായ രാഷ്ട്രീയ ഇടപെടലുകളെല്ലാം നമ്മുടെ കാലത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കുറച്ചൊന്നുമല്ല ബാധിച്ചിട്ടുള്ളത് എന്ന കാര്യം നമുക്കേവർക്കും ധാരണയുള്ളതാണ്. ഉൾപാർട്ടി സമരത്തിന്റെ കാര്യത്തിലായാലും പാർട്ടിക്ക് പുറത്തുള്ള സമരത്തിന്റെ കാര്യത്തിലായാലും സീതാറാം യെച്ചൂരി ഒരു ഉത്തമനായ പോരാളിയായിരുന്നു. അയാൾ ഒരു ഫൈറ്റർ ആയിരുന്നു. ജീവിതത്തിന്റെ എല്ലാ അർത്ഥങ്ങളോടും കൂടി, എല്ലാ രാഷ്ട്രീയ മാനങ്ങളോടും കൂടി ഇന്ത്യൻ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക പരിസരങ്ങളെ ഉടച്ചു വാർക്കുവാൻ തന്റേതായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സീതാറാം യെച്ചൂരിക്ക് ഒരിക്കൽ പോലും വ്യക്തിപരമായി അധികാര ശ്രേണികളിൽ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഇതിനോടൊപ്പം തന്നെ കാണേണ്ടതാണ്, ബംഗാളിൽ നിന്ന് 2 തവണയാണ് സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് എത്തിപ്പെടുന്നത്. 3ാമത്തെ വട്ടവും സീതാറാമിനെ പോലുള്ള ഇത്രമേൽ പ്രഗത്ഭനായിട്ടുള്ള, പ്രതിഭാധനായിട്ടുള്ള ഒരു നേതാവിനെ പാർലമെന്റിൽ എത്തിക്കണമെന്നായിരുന്നു പാർട്ടിയുടെ ആഗ്രഹം. എന്നാൽ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണ് 2 വട്ടം മത്സരിച്ചവർ 3ാം വട്ടം മാറി നിൽക്കണം എന്നുള്ളത്. ഈ ഒരു
പ്രഖ്യാപിത നിലപാട് തനിക്ക് വേണ്ടി മാറ്റേണ്ടതില്ല എന്ന നയം സ്വീകരിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് കൈക്കൊണ്ട സീതാറാം യെച്ചൂരി ഒരിക്കലും പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പൊതുവെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ അധികാരത്തിന്റെ എല്ലും കഷ്ണത്തിന് വേണ്ടി അടിപിടി കൂടുന്നവർ എന്ന് കണക്കാക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്ന കാലമാണ്. അങ്ങനെ ഒരു സമൂഹത്തിന് കണ്ടുപഠിക്കാവുന്ന മികച്ച മാതൃകയാണ് സീതാറാം യെച്ചൂരി. കോമ്രേഡ് സീതാറാം യെച്ചൂരി പാർട്ടിയിൽ ഭൗതിക നിലവാരമുള്ള ഇന്റലക്ച്വൽ കേപ്പബിലിറ്റിയുള്ള ആളുകൾക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ സീതാറാം യെച്ചൂരി പൊതുജന മധ്യത്തിൽ നിന്നും ഉയർന്നു വന്ന ജനകീയ നേതാക്കളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ പിന്നോട്ടായിരുന്നില്ല. അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് കേരളത്തോടും VS അച്യുതാനന്ദനോടും അദ്ദേഹം കാട്ടിയ നിലപാടുകൾ എന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കാട്ടിയ സമീപനങ്ങൾ എന്നത്. VS പക്ഷക്കാരനായിരുന്നു യെച്ചൂരി എന്ന് പോലും പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ തുറന്നെഴുതുകയുണ്ടായിട്ടുണ്ട്. പിണറായി വിരുദ്ധരായിരുന്നോ യെച്ചൂരി എന്ന കാര്യം ചോദിച്ചാൽ പലപ്പോഴും ഒരു ചിരിയായിരിക്കും യെച്ചൂരി നമ്മളോട് തിരികെ നൽകുക. ഇത്തരത്തിൽ പലതരത്തിലുള്ള വിഭാഗീയതകൾ പാർട്ടിയെയും പാർട്ടിക്കിതരമായിട്ടുള്ള ഘടകങ്ങളെയും ബാധിക്കുമ്പോഴൊക്കെയും തന്റെ സ്വതസിദ്ധമായ നർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെയെല്ലാം പ്രതിരോധിക്കുവാൻ സീതാറാം യെച്ചൂരിക്കായി പലപ്പോഴും പലതരത്തിലും പാർട്ടിയുമായിട്ടും പാർട്ടിയുടെ നയങ്ങളുമായിട്ടും വിയോജിക്കുമ്പോൾ തന്നെയും അതൊന്നും പുറമേ ചർച്ച ചെയ്ത് പാർട്ടി വിരുദ്ധനാകാൻ സീതാറാം യെച്ചൂരി ഒരിക്കലും ഒരുമ്പെട്ടിട്ടില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെയും ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെയും തന്റെ എതിർചേരിയിൽ നിൽക്കുന്നവരുമായി ഊഷ്മളമായ വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുവാൻ സീതാറാം യെച്ചൂരിക്ക് സാധിച്ചിരുന്നു. അതിന്റെ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും എല്ലാം അയാൾ തന്റെ ജീവിതത്തിൽ ചേർത്ത് നിർത്തിയ സന്ദർഭങ്ങൾ. രാഹുൽ ഗാന്ധി അങ്ങേയറ്റം ദുർബലനായിരിക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ മഹാഗഠബന്ധൻ പോലുള്ള വലിയ സഖ്യങ്ങളുടെ എല്ലാം തലയായി പ്രവർത്തിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു. അന്ന് രാഹുലിനെ ഒരു ദേശീയ നേതാവിന്റെ പരിവേഷത്തിലേക്ക് ഉയർത്തിക്കാട്ടുവാൻ സീതാറാം യെച്ചൂരി പ്രത്യേകമായി ശ്രദ്ധ പുലർത്തിയിരുന്നു. VSനെ കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ എന്നാണ് സീതാറാം യെച്ചൂരി വിളിച്ചിരുന്നത്. അങ്ങനെയുള്ള VSനെതിരെ തന്നെയുള്ള വെട്ടിനിരത്തലുകൾ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ, ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോയപ്പോൾ VSനെ ചേർത്ത് നിർത്തിയത്, അല്ലെങ്കിൽ അതിനുശേഷവും VS നേതാവിനെ ശക്തനാക്കി നിർത്തിയത് സീതാറാം യെച്ചൂരിയുടെ പിൻബലം ഉണ്ടായിരുന്നത് കൊണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി SFIയിലേക്ക് കടന്നു വരുന്ന കാലത്ത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമാണ് VS അച്യുതാനന്ദൻ. VS അടക്കമുള്ള നേതാക്കൾ പാർട്ടിയുടെ ഭാവിയായി കണ്ട സീതാറാം യെച്ചൂരി VSന് മുന്നേ കാലയവനികയിൽ മറയുകയാണ്. മനുഷ്യായുസിന്റെ ഈ അരാഷ്ട്രീയ നാടകീയതയ്ക്ക് സാക്ഷിയാവുകയാണ് നമ്മൾ ഓരോരുത്തരും. യെച്ചൂരിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റായി ആരും തന്നെയില്ല. ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആകുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ജീവിതം. 100 ചുവപ്പൻ അഭിവാദനങ്ങൾ പ്രിയ സഖാവിന്.